എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ അറിയിപ്പ്, ആശ്വാസകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പൂർണ്ണമായി കിടപ്പിലായ രോഗികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, അടുത്ത മാനസിക രോഗമുള്ളവർ, അന്ധത ബാധിച്ചവർ, ക്യാൻസർ, പക്ഷാഘാതം എന്നിവ വന്ന് തീർത്തും കിടപ്പിലായവർ, എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്നിവരെ സംരക്ഷിക്കുന്ന ബന്ധുവിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. നിശ്ചിത അപേക്ഷാ ഫോം ഇതിന് ലഭ്യമാണ്. വരുമാന പരിധി 1 ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം. BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് ലഭിക്കുന്നതാണ്. APL വിഭാഗക്കാരാണ് എങ്കിലാണ് 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത്. പരിചരിക്കുന്ന വ്യക്തിക്ക് മറ്റ് ജോലികളോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ആളായിരിക്കണം. രോഗിക്കും സർക്കാർ മേഖലയിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ സമാനമായ പരിചരണ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ പാടില്ല. എന്നാൽ രോഗി വികലാംഗനോ വാർദ്ധക്യത്തിലെത്തിയ ആളോ ആണ് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ 2000 രൂപ പെൻഷൻ ഇതിനൊരു തടസ്സമാകില്ല. പൂരിപ്പിച്ച അപേക്ഷാ ഫോം മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർ ഒപ്പിട്ടിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള പരിചരണം ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതിനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. അപേക്ഷകന്റെയും രോഗിയുടെയും ആധാറിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, അപേക്ഷകന്റെ പാസ്ബുക്കിന്റെ കോപ്പി, അതായത് രോഗിയുടെ അക്കൗണ്ടിലേക്കല്ല, നോക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഈ നോക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു സഹായം. വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. BPL റേഷൻ കാർഡ് ആണ് എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. അപേക്ഷാ ഫോം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ socialsecuritymission.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ആശാവർക്കർമാരുടെ കയ്യിൽ നിന്നും അംഗനവാടികളിൽ നിന്നും ഇതിന്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ബന്ധപ്പെട്ട ശിശു വികസന ഓഫീസിൽ അല്ലെങ്കിൽ CDPOയിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിലേക്കുള്ള അപേക്ഷ പുതിയ സർക്കാർ വന്നതിന് ശേഷം ക്ഷണിച്ചിട്ടുണ്ട്. അർഹതയുള്ളവർ അപേക്ഷിക്കുക. വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയിലോ ആശാ വർക്കർമാരുമായിട്ടോ ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടോ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോം വാങ്ങിയതിനു ശേഷം പൂരിപ്പിച്ചതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാസം 1000 രൂപയാണ്. ക്ഷേമ പെൻഷന് പുറമെയാണ് ഈ ഒരു 1000 രൂപ ലഭിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ക്ഷേമ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് അർഹതയുണ്ടോ എന്ന പരിശോധന വരും മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സംസ്ഥാന സർക്കാർ, പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വലിയ താമസമില്ലാതെ എത്തിക്കും എന്ന് പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അനർഹരായിട്ടുള്ള ആളുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അനർഹത മാനദണ്ഡം പരിശോധിക്കുന്ന നടപടി അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അടിസ്ഥാനമാക്കിയിട്ട് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിലവിലുള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരും. നിലവിൽ മാനദണ്ഡങ്ങൾ നോക്കുകയാണ് എങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, 1000 cc മുകളിലുള്ള വാഹനം, വീട്ടിലെ ഫ്ലോറിംഗ്, അതുപോലെ തന്നെ AC, ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭൗതിക സാഹചര്യം വിലയിരുത്തുന്നത്. നിലവിലെ അവസ്ഥയിൽ അർഹരായിട്ടുള്ള പല ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് എന്ന് ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ലീഗിന്റെ MLA ആയിട്ടുള്ള PK ഫിറോസിന്റെയും സബ്മിഷൻ മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിലെ അത്യാധുനിക സൗകര്യങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങുന്നത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. AC വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോറിംഗ് മനോഹരമാക്കിയത് കൊണ്ടോ പെൻഷൻ ഗുണഭോക്താവിൻ്റെത് മുടങ്ങിയേക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആയിട്ടുള്ള മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും പരിശോധനകൾ ആരംഭിക്കുക. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും അംഗത്തിന് വരുമാന പരിധി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ പാവപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങിപ്പോകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾക്ക് വരുമാനം ഉള്ളത് കൊണ്ട്
വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള അച്ഛനോ അമ്മക്കോ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചത് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അനർഹർക്ക് ഒഴിവാക്കുകയും അർഹർക്ക് മാത്രം പെൻഷൻ ലഭിക്കുകയും കൂടുതൽ അർഹരെ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പെൻഷൻ അനുവദിക്കുന്നതിന് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 1000 cc മുകളിലുള്ള വാഹനം, അതുപോലെ 2 ഏക്കറിലധികം ഭൂമി ഇവയൊക്കെ ഉണ്ട് എങ്കിൽ അർഹതയില്ല. അതുപോലെ തന്നെ AC ഉള്ള വീടുകളിൽ ഉള്ള ആളുകൾക്ക് പെൻഷൻ നൽകുന്നില്ല. വീട്ടിലെ പുറം ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു പെൻഷൻ നൽകാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനെല്ലാം ചിലപ്പോൾ മാറ്റം വരും എന്നുള്ളതാണ്. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് പെൻഷൻ അനുവദിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക. നിലവിൽ ഇപ്പോൾ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ഈ കഴിഞ്ഞ ജൂൺ 30 വരെ അത് നൽകാനുള്ള സമയവും ഉണ്ടായിരുന്നു. അല്ലാതെ പുതിയൊരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടില്ല. പിന്നെ മസ്റ്ററിംഗ് ആണ്. എല്ലാ മാസവും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കാറുള്ളത്. ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ വലിയ താമസമില്ലാതെ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഇതുവരെ പുതിയ മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പെട്ടെന്നുണ്ടാകില്ല. സർക്കാർ ഇതിലൊരു നയപരമായിട്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പരിശോധനയ്ക്കായിട്ട് ഫീൽഡ് തല ഓഫീസർമാർ വീടുകളിലേക്ക് എത്തുക. ആ ഒരു വിവരമാണുള്ളത്. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 21 ശേഷമാണ് ഉണ്ടാകുക. 21 കടമെടുപ്പ് ഉണ്ടാകുക. 23 കൂടി വിതരണം ആരംഭിക്കും. 23, 24 തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും. 26, 27 തീയതികളിലായിട്ട് കയ്യിലും പെൻഷൻ വിതരണം സജീവമാവുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അടുത്ത മാസം 3-ാം തീയതി, 5-ാം തീയതിക്ക് ആകുമ്പോഴേക്കും എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്ന തരത്തിൽ തന്നെയാണ്. 2000 രൂപയാണ് പെൻഷൻ ലഭിക്കുക. 3000 രൂപയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് 3000 രൂപയാക്കും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനും പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ 3000 രൂപ ലഭിക്കും. ഒരിക്കലും ഇല്ല, 5-6 മാസത്തിന് ഒരിക്കലും 3000 രൂപ ലഭിക്കില്ല. തുടർന്ന് തന്നെ ഈ ഒരു 2000 രൂപ തന്നെയാണ് ലഭിക്കുക. അടുത്ത ബജറ്റിൽ ഒരു 100 രൂപയുടെയോ അല്ലെങ്കിൽ 200 രൂപയുടെയോ വർധനവ് ഉണ്ടായേക്കാം. അടുത്ത ബജറ്റ് വരുന്നത് 2027 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും. അതിലൊരു പെൻഷൻ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ സാമ്പത്തിക സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതാണ്. സ്ത്രീ സുരക്ഷ പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.